ഞങ്ങളങ്ങനെ ബോച്ചയുടെ ടോഡി പബ്ബിലേക്ക് ഒരു ദിവസം പോവാം എന്ന് വിചാരിച്ചു. ഒരു ലഞ്ച് അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ പോയി. എന്തൊക്കെ പറഞ്ഞാലും ബോച്ചേനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്തേ മതിയാവും. പുള്ളി അടിപൊളിയായിട്ട് പുള്ളിയുടെ ഈ ടോഡി പബ്ബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു വൈബാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ. ഒത്തിരി നല്ല വിഭവങ്ങളുണ്ട് അവിടെ. ഫിഷിൻ്റേതായാലും മീറ്റിൻ്റേതായാലും നാടൻ വിഭവങ്ങളായാലും എല്ലാത്തിൻ്റെയും ഒരു മിക്സ് അവിടെ നമുക്ക് കിട്ടും. അപ്പോൾ കുറച്ച് നേരം നമ്മളവിടെ ചെന്നിരുന്ന് സ്പെൻഡ് ചെയ്യാനും കുട്ടികളും വീട്ടുകാരും ഒത്ത് ഉല്ലസിക്കാനും പറ്റിയ ഒരു ഇടം തന്നെയാണ് ബോച്ചെ ടോഡി പബ്. ഒരു സാധാരണക്കാരന് വേണമെങ്കിൽ അവൻ്റേതായ റേറ്റിൽ നമുക്ക് മാനേജ് ചെയ്യാനും പറ്റും. ഇപ്പം ഞങ്ങൾ അപ്പം, ചോറ്, പൊറോട്ട, പത്തിരി, പാൽക്കപ്പ, പിന്നെ ക്രാബ്, മീൻ വിഭവങ്ങൾ, ബീഫ്, കക്ക. ഞങ്ങൾ അതിന് വിട്ട് മേടിച്ചൊരു സാധനം, ഒരു ഫിഷ് നിർവാണ മേടിച്ചു. അതൊരു അടിപൊളി സാധനമായിരുന്നു. അത് മാത്രമാണ് ഇത്തിരി കോസ്റ്റ്ലി ആയിട്ട് തോന്നിയത്. പക്ഷെ അത് വലിയൊരു മീനായിരുന്നു. എല്ലാവർക്കും കൂടെ, ഈ 7 പേർക്കും കൂടെ പറ്റുന്ന ഒരു മീനായിരുന്നു ഫിഷ് നിർവാണ. അതിന് മാത്രമാണ് 1200 രൂപയായത്. ബാക്കി എല്ലാത്തിനും നോർമൽ റേറ്റാണ് ഉണ്ടായിരുന്നത്. അതിൽ ആ കക്ക ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും സൂപ്പറായിരുന്നു. ഒരു 3500 രൂപയാണ് നമുക്ക് മൊത്തത്തിൽ വന്നത്. അത് ഈ 1200 രൂപ ഫിഷ് നിർവാണിക്ക് വന്നതുകൊണ്ട്. പിന്നെ അവിടെ ഒത്തിരി എൻ്റർടൈൻമെൻറ്റ് പോസിബിലിറ്റീസും പുള്ളി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ബോട്ടിങ് ചെയ്യാം, ഫിഷിങ്, ചൂണ്ടയ്ക്ക് ഇടാം. എല്ലാവരും ഒരു 1 ടൈം വിസിറ്റ് അവിടെ നടത്തുന്നതായിരിക്കും ഒരു എക്സ്പീരിയൻസാണ്. എനിക്ക് തോന്നുന്നു വൈകുന്നേരം പോയാൽ കുറച്ചും കൂടി നല്ല വൈബായിരിക്കും. നല്ല മ്യൂസിക്കും കാര്യങ്ങളും ലൈറ്റും എല്ലാം അവിടെ കാണാൻ സാധിക്കും. നല്ല ബാക്ക് വാട്ടർ വ്യൂവും നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലങ്ങളാണ്. കുറേ നല്ല ആൻറ്റിക് സാധനങ്ങളും അവരവിടെ ചെയ്തിട്ടുണ്ട്. എന്തായാലും വൈപ്പിനിലുള്ള ബോച്ചെ ടോഡി ഷോപ്പ് നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യും.